പ്രിയപ്പെട്ട യോഗ അധ്യക്ഷൻ സഹപ്രതിനിധി വേദിയിലുള്ള സഹസേനും സഹശർമ്മയും കെ എൻ ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, സഹോദരികളെ, ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനിടയായ സാഹചര്യം ഇതിനു മുൻപ് നടന്ന പ്രസംഗങ്ങളിലൂടെ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. മുനമ്പം പ്രശ്നം സംബന്ധിച്ച് ഇപ്പോ ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ നമ്മൾ നിർബന്ധിതമായതാണ്. സർക്കാർ ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുകയാണ്. അത് പൊതുവെ നല്ല സ്വീകാര്യത കിട്ടിയ തീരുമാനമാണ്. ഒരിക്കലും തീരരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒഴികെയുള്ള എല്ലാവരും ആ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. നമ്മുടെ മുൻപിൽ വന്ന പ്രശ്നം എങ്ങനെ പരിഹരിക്കാം? മുഖ്യമന്ത്രിയെ സമരസമിതിക്ക് വേണ്ടി ബിഷപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ട സന്ദർഭത്തിൽ അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞു, അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെയും ഇറക്കി വിടുന്ന നിലപാട് ഉണ്ടാകില്ല. എന്നാൽ നിയമപരമായി നിങ്ങളുടെ അവകാശം എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും? അത് ഗൗരവമായി തന്നെ പരിശോധിച്ച് തീരുമാനമെടുക്കേണ്ടതാണ്. ഉന്നതതല യോഗം ചേർന്ന് ഉചിതമായി തീരുമാനമെടുക്കും. ഇത് മുഖ്യമന്ത്രി അവർക്ക് നൽകിയ വാക്കാണ്. യഥാർത്ഥത്തിൽ ഇന്നലെ ക്രിസ്മസ് സമരം പ്രതിവർഷം ആകെ അവിടെ ഇത് മുഴുവൻ കുഴപ്പമുണ്ടാക്കിയ ആളുകൾ, ഇതെല്ലാം ചെയ്ത ആളുകൾ ശരിക്കും ഈ യൂദാസിനൊക്കെ ശരിക്കും ക്രിസ്മസിന് വിളിക്കും. സാധാരണ ഇത് വിളിക്കാൻ പാടില്ല അദ്ദേഹത്തെ. ഇത് മുഴുവൻ ചെയ്ത ആളുകൾ അവിടെ ഇതിന്റെയൊക്കെ ആളുകളായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അവിടെ പോയി പറയുന്ന കാര്യങ്ങൾ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ച ഗവൺമെന്റിനെതിരാണ്. ഈ ഗവൺമെന്റ് ആകെ കുഴപ്പമുണ്ടാക്കി. ഞാൻ എല്ലാ വശങ്ങളിലേക്കും കുറെ വിസ്തരിച്ചിട്ടുണ്ടാവുന്നു. ഈ ഗവൺമെന്റ് ചെയ്ത കുഴപ്പം എന്താ? അല്ലെങ്കിൽ LDF ഗവൺമെന്റുകൾ ചെയ്തിട്ടുള്ള കുഴപ്പം എന്താ? ആദ്യം അവർ പറഞ്ഞു ഒരു കുഴപ്പമുണ്ടായില്ല. VS മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ ഒരു കമ്മീഷൻ നിയമിച്ചു. ആ കമ്മീഷൻ പറഞ്ഞു ഇത് വഖഫ് ഭൂമിയാണ്. അന്നത്തെ പത്രക്കട്ടിങ്ങൊക്കെ ഉണ്ട് എന്റെ അടുത്ത്. ഞാനിപ്പോ സമയം കുറവുകളോട് എല്ലാം എടുക്കുന്നില്ല. അതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, പ്രതിപക്ഷം പറഞ്ഞു, മറ്റാളുകളും പറഞ്ഞു. ഈ വഖഫ് കമ്മീഷൻ, നിസാർ കമ്മീഷൻ നിയമിച്ചെന്നുള്ളത് ശരിയാണ്. ആ കമ്മീഷൻ അവന്റെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു, വി ഹാവ് നോ അതോറിറ്റി, ഞങ്ങൾക്ക് അധികാരമില്ല. ഇത് വഖഫ് ആണോ അല്ലയോ എന്ന് നിർണയിക്കാനുള്ള അധികാരം ഞങ്ങൾക്കില്ല. അത് വഖഫ് ബോർഡിനാണ്. നിങ്ങളുടെ മുൻപിലുള്ള കേസ് പ്രത്യേകിച്ച് എക്സ്പീഡിയേറ്റ് ചെയ്യണം, വേഗത്തിലാക്കണം. ഇതാണ് ഏക ശുപാർശ. അല്ലാണ്ട് ഇപ്പോ ശർമ്മ ആ ക്യാബിനറ്റിലുണ്ട്. ആ ക്യാബിനറ്റിലെല്ലാം തീരുമാനിച്ചത് വഖഫാണ്. ഈ റിപ്പോർട്ട് വന്ന് മന്ത്രിസഭ തീരുമാനിച്ചു ഇത് വഖഫാണ്. അതാണ് ഈ കുഴപ്പം. ഇതായിരുന്നു ആദ്യ റൗണ്ട് പ്രചാരകര. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ വിശദീകരിച്ച് ഇങ്ങനെയാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ തന്നെ പബ്ലിക് ഇതിലേക്ക് ഇട്ടു. ആ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗം തന്നെ ആകെ ഒരു ഗുണമുള്ളത്, നമ്മുടെ മാധ്യമ പ്രവർത്തകർ ആരും ഈ കമ്മീഷൻ റിപ്പോർട്ട് നോക്കില്ല, വഖഫ് ബോർഡിന്റെ തീരുമാനം നോക്കില്ല. ഇവർ പറയുന്നത് ഇങ്ങനെ ഒപ്പുകൂട്ടാതെ വിഴുങ്ങിക്കൊണ്ടേയിരിക്കും, അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ റിപ്പോർട്ട് കൃത്യമായി പറഞ്ഞു ഞങ്ങൾക്ക് അധികാരമില്ല, അത് വഖഫ് ബോർഡാണ് തീരുമാനിക്കേണ്ടത്. വഖഫ് ബോർഡ് തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തതാണ് ഇത്രയും പേജുണ്ട്. ആ തീരുമാനമാണ്. ഈ തീരുമാനമെടുത്ത ബോർഡിന്റെ അധ്യക്ഷന്റെ പേരാണ് പാണക്കാട് സെയ്ദ് റഷീദ് അലി തങ്ങൾ. CPM-ന്റെ പൊളിറ്റ്യൂറോ മെമ്പറാണ്, അറിയില്ലെങ്കിൽ. CPM-ന്റെ നേതാവ് പാണക്കാട്. ഇവർ പറഞ്ഞ കേട്ട നമ്മളാണ് കുഴപ്പമുണ്ടാക്കിയതാണ്. ഇത് CPM-ന്റെ നേതാവ് പാണക്കാട് റഷീദ് അലി തങ്ങൾ. അതിൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഈ ബോർഡ് വിശദീകരിച്ചിട്ട് ഇത്രയും പേജുണ്ട്. ഇതാണ് ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന രേഖ, മറ്റേ രേഖയല്ല. ശങ്കരാചാര്യ അതല്ല, ഇതാണ് രേഖ, ഒറിജിനൽ രേഖ. ഇതാണ് വഖഫ് പ്രോപ്പർട്ടി എന്ന് പ്രഖ്യാപിക്കുന്ന രേഖ. അതിന് ഗൗരവമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും 71-ലെ പറവൂർ കോടതി വിധി, ഹൈക്കോടതി വിധി, അതിനുശേഷം വന്ന കാര്യങ്ങൾ, അങ്ങനെ പോയി വരുമ്പോ രണ്ടാമത്തെ പേജിൽ അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്
ഒരു MP പോൾ അഡ്വക്കേറ്റ് സൺ ഓഫ് വർക്കി അദ്ദേഹത്തെയാണ് ഇത് വിൽക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. എന്ത് എഗ്രിമെന്റ്? ഒരു സെന്റിന് 500 രൂപ വെച്ച് ഇത് വിൽക്കുന്നതിനുള്ള എഗ്രിമെന്റ് വെച്ച് 10,000 രൂപ ഈ പോള് നാലാം പാർട്ടി എന്ന് പറഞ്ഞാൽ ഇതിൽ പറയുന്ന സെക്രട്ടറി ഫറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിക്ക് 10,000 രൂപ കൊടുത്തു. ദിസ് ഇല്ലീഗൽ എഗ്രിമെന്റ്, നിയമവിരുദ്ധമായ ഈ കരാർ, ആരുടെ കരാർ? പോളാരെന്നറിയോ? ദീപിങ്കർക്ക് അറിയില്ലേ ആരാ പോള്? ആരാ? KPCC സെക്രട്ടറി പോള്. ഈ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ MLA-മാരെല്ലാവരും നിൽക്കുമ്പോ നമ്മുടെ പുരോഹിതന്മാരോ സമരക്കാരോ മാധ്യമക്കാരോ ആരെങ്കിലും ചോദിച്ചോ? ഈ ഉത്തരവിൽ പറയുന്നു ഈ പോളിന്റെ ഈ കരാർ ഇല്ലീഗലാണ്, നിയമവിരുദ്ധമാണ്. ഇദ്ദേഹം ജീവിച്ചിരിപ്പില്ല, പോട്ടെ. നിങ്ങളുടെ KPCCയുടെ സെക്രട്ടറി നിയമവിരുദ്ധമായി കരാറുണ്ടാക്കി ഈ പാവങ്ങൾക്ക് വിൽപ്പന നടത്തിയതാണ് കുഴപ്പമെന്ന് ആര് പറഞ്ഞിരിക്കുന്നു? 10 മിനിറ്റ് കൊണ്ടല്ല പറഞ്ഞേക്കുന്നത്. ലീഗിന്റെ നേതാവ് പാണക്കാട് റഷീദ് അലി തങ്ങൾ. ഇത് വഖഫാണ് എന്ന് പറയുന്നത് ലീഗിന്റെ നേതാവ് പാണക്കാട് റഷീദ് അലി തങ്ങൾ. വഖഫാണെങ്കിൽ വിൽക്കാമോ? വഖഫാണെങ്കിൽ വിൽക്കാൻ പാടില്ല. വിറ്റതോ? നിയമവിരുദ്ധമായ കരാറുണ്ടാക്കി KPCC സെക്രട്ടറി 1998 3 വർഷത്തേക്ക്, അത് കഴിഞ്ഞ് വീണ്ടും ഒരു 3 വർഷം 2001 അടുത്ത് നീട്ടി. അങ്ങനെ അദ്ദേഹമാണ് ഈ വിൽപ്പനയാകെ നടത്തിയത്. അത് നിയമവിരുദ്ധമാണ്. അതാണ് പ്രധാന കുഴപ്പമെന്ന് വഖഫ് ബോർഡ്. CPM ഈ മന്ത്രിസഭയോ ഞങ്ങളുടെ മന്ത്രിസഭ, മുമ്പത്തെ പിണറായി മന്ത്രിസഭ, അല്ലെങ്കിൽ സഹ സർമ്മ ഉണ്ടായ VS മന്ത്രിസഭ, അവന് മുൻപുണ്ടായ നയനാർ മന്ത്രിസഭ, അവരാണോ ഈ തീരുമാനമെടുത്തത്? അല്ലല്ലോ. ഇത് വഖഫിന്റെ ലാൻഡാണ് എന്ന് ഈ 4 പേര് ഉത്തരവിട്ടത് പാണക്കാട് റഷീദ് അലി തങ്ങളാണ്. അദ്ദേഹമാണ് ലീഗിന്റെ നേതാവ്. രജിസ്റ്റർ ചെയ്യണം, രജിസ്റ്റർ ചെയ്ത് അവര് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്ത് തരണം, ഇല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ നടപടിയും ലീഗിന്റെ നേതാവായ CEO എടുത്തു. അതാണ് ഹംസക്ക പറഞ്ഞ CEO, ലീഗിന്റെ നേതാവ്. തീരുമാനം എടുത്തത് റഷീദ് അലി തങ്ങൾ, നടപ്പിലാക്കിയ CEO ലീഗിന്റെ നേതാവ്. അപ്പൊ വഖഫാണെന്ന് പറഞ്ഞ ഞങ്ങളാണോ? ഇനി വഖഫാണ് എങ്കിൽ വിറ്റത് ഞങ്ങളാണോ? നിങ്ങളല്ലേ? KPCC സെക്രട്ടറി അല്ലേ? ഈ പാവങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ, വർഷങ്ങളായി അവിടെ താമസിക്കുന്ന ആളുകൾ, അവര് താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് കാശ് കൂടി വാങ്ങിച്ചിട്ടാണ് ഈ വിൽപ്പന നടത്തിയതാണ്. കാലങ്ങളെ താമസിച്ചുകൊണ്ടിരിക്കല്ലേ? അവരുടെ കയ്യിൽ നിന്ന് പണവും വാങ്ങി വിൽപ്പന നടത്തി. ആ വിൽപ്പന നടത്തി പാവപ്പെട്ടവർ മാത്രമല്ല, ഇപ്പോ 2 ബാറുണ്ട്, ബിയർ പാർലറുണ്ട്, റിസോർട്ടുണ്ട്, ഹോം സ്റ്റേ ഉണ്ട്, എല്ലാം ഈ മുനമ്പം ഈ പറയുന്ന പ്രദേശത്തുണ്ട്. ഇപ്പൊ ചിലർ പറയും ഈ ലീഗിന്റെ കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഫുൾ ചർച്ചയുണ്ടല്ലോ, മുനമ്പം മുതൽ ഷജറ വരെ മുസ്ലിം ലീഗ് സംസ്ഥാന ഭാരവാഹി യോഗത്തിലെ വാദപ്രതിവാദങ്ങൾ രാഷ്ട്രീയകാര്യ മീഡിയ വണ്ണിന്റെ കംപ്ലീറ്റ് ഉണ്ടല്ലോ. അതിൽ ഓരോന്നും പറഞ്ഞിട്ടുണ്ട്, ആയി പറയുന്നുണ്ട്. ഞാൻ മീഡിയ വണ്ണിനെ കുറ്റം പറയാനല്ല, ഇതിലുള്ള കാര്യം പറഞ്ഞു. അതിൽ പറയുന്നുണ്ട് ഇത് ലീഗിന്റെ ചിലര് വഖഫല്ല എന്ന് പറയുന്നത് റിസോർട്ടിന് വേണ്ടിയാണ്. ഞങ്ങൾക്കിപ്പോ നിയമപരമായിട്ട് ആ ഭൂമിയിൽ അവകാശം സ്ഥാപിക്കപ്പെട്ടാൽ നിയമപരമായി അവിടെ താമസിക്കാൻ അവകാശം, താമസിക്കാൻ, കടമെടുത്താൻ അവകാശം, കടമെടുത്താൻ, റിസോർട്ട് എടുത്താൻ അവകാശം, റിസോർട്ട് എടുത്താൽ അത് ഗവൺമെന്റിന് മുൻപിലുള്ള പ്രശ്നമല്ല. നിയമപരമായിട്ടുള്ള അവകാശം ഉണ്ടെങ്കിൽ ആ അവകാശം നിയമപരമായിട്ട് കിട്ടുന്നവർക്ക് നിയമപരമായി വിനിയോഗിക്കാവുന്ന കാര്യങ്ങളെല്ലാം വിനിയോഗിക്കാം. പക്ഷെ ഈ തർക്കങ്ങൾ, ഇതല്ലേ പ്രശ്നത്തിന് കാരണം? ഇതിപ്പോ തുടങ്ങിയതല്ല. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നോക്കിയപ്പോ 1961 മാർച്ച് 3 നിയമസഭ രേഖയാണ്. ആ രേഖയിൽ ഇവിടുത്തെ കയ്യേറ്റം പ്രശ്നങ്ങൾ PT ചാക്കോ, അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, ചന്ദ്രശേഖർ റവന്യൂ മന്ത്രി, ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഉൾപ്പെടെ ഇന്നല്ല അന്നേ തർക്കണ്ട് ഇവർ തമ്മിൽ. പുതിയ കേസല്ലത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് സങ്കീർണമായ പ്രശ്നമാണ്. ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ ചെയ്ത് കുഴപ്പമെന്താണ്? ഇത് വഖഫാണെന്ന് പറഞ്ഞ ഞങ്ങളല്ല. വഖഫാണെങ്കിൽ വിറ്റത് KPCC സെക്രട്ടറി, വിൽപ്പന നടത്തിയത്, വിറ്റത് ലീഗിന് നിയന്ത്രണമുള്ള സംവിധാനമാണ്. അവരല്ലേ വിറ്റത്? ഫറൂഖ് കോളേജ്.
അവരല്ലേ ആദ്യം കേസ് പോയത്, ഇത് കുടിയൊഴിപ്പിക്കണം ആ പ്രശ്നമെല്ലാം വെച്ചുകൊണ്ട്. അവരല്ലേ വക്കപ്പാണെന്ന് പറഞ്ഞത്. വക്കപ്പാണ് എന്ന് അവരുടെ കയ്യിൽ തന്നെ രേഖയിരിക്കുമ്പോ KPCC സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി വിൽപ്പന നടത്തി പാവപ്പെട്ടവരെ വഞ്ചിച്ച ആളുകൾ ഇപ്പോ വളരെ സത്യസന്ധരായിട്ട് ഈ ഗവൺമെന്റ് ആകെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഞങ്ങൾ എന്ത് പ്രശ്നം ചെയ്തു? ഞങ്ങൾ ചെയ്ത ആകെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഉണ്ണികൃഷ്ണൻ MLA നിയമസഭയിൽ സബ്മിഷൻ, ഇവരുടെ ഈ 2019 പാണക്കാട് റഷീദ് തങ്ങൾ ഓർഡർ വന്നു, അതിനുശേഷം കരമടയ്ക്കുന്ന പ്രശ്നം വന്നു, സബ്മിഷൻ ഉന്നയിച്ചു നിയമസഭയിൽ. ഇവിടെ നിന്ന് ഗൃഹസന്ദർശനത്തിന്റെ ഭാഗമായി ഞാൻ വന്നു. ഒന്ന് ഫ്രണ്ടുണ്ട്, കരുണാമ്മയുണ്ട്, ഗിരീഷുണ്ട്, ഞങ്ങളെല്ലാവരും വീട് കയറി. അപ്പോ ഇവരെല്ലാം കണ്ടു ഈ പ്രശ്നമുണ്ട്, നികുതി അടയ്ക്കാൻ പറ്റും, ഇത് പ്രശ്നമുണ്ട്. ഞാൻ 2 മന്ത്രിമാരുടെ മുഖ്യമന്ത്രി ശ്രദ്ധപ്പെടുത്തി. ഇവിടുന്ന് പാർട്ടി ജില്ലാ നേതൃത്വം മോഹനും എല്ലാവരും മുഖ്യമന്ത്രി ശ്രദ്ധപ്പെടുത്തി ഇതൊരു പരിഹാരം ഉണ്ടാവണം. അങ്ങനെ റവന്യൂ വകുപ്പ് മന്ത്രി വഖഫ് മന്ത്രിയും ചേർന്ന് ഒരു യോഗം നടത്തിയിട്ട് സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ തുമ്പ് പിടിച്ചിട്ട് നമ്മൾ തീരുമാനിച്ചു ഇതൊക്കെയാണെങ്കിലും കരമടയ്ക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ ഇന്നലെ പറഞ്ഞ കേട്ടില്ലേ, കരമടയ്ക്കാനുള്ള ഉത്തരവിൽ ഒരു ചെറിയ മാറ്റം വരുത്തും. അതിന് ആത്മാർത്ഥത കാണിക്കുന്നില്ല ഗവൺമെന്റ്. ഞങ്ങൾ കരമടച്ചപ്പോ, അടയ്ക്കാൻ തീരുമാനിച്ചപ്പോ വഖഫ് ബോർഡിൽ നേരെ ഒരു പ്രമേയം 1980 എടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലെ അതാരം എല്ലാ ഡീറ്റെയിൽസ് അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ വഖഫ് ബോർഡ് പാണക്കാട് സെയ്ദ് റഷീദ് തങ്ങൾ ചെയർമാനായ, കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, ലീഗിന്റെ ആളാണ് എഴുതിയേക്കുന്നത്, അവതാരകൻ MC മായിൻ ഹാജി. നമ്മൾ നികുതി പിരിക്കാനുള്ള കുഴപ്പം ഞങ്ങൾ ചെയ്തുള്ളൂ. ആ ചെയ്തപ്പോ ഇപ്പോ പുണ്യവാളന്മാരായി വന്നിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ വഖഫ് ബോർഡിൽ പ്രമേയമാണ് ഞാൻ വായിക്കുന്നത്. ഇത് ഇവർക്കൊന്നും കിട്ടാത്തോണ്ടല്ല, ഇവർ കൊടുക്കാത്തോണ്ടാണ് മാധ്യമങ്ങൾ. പാണക്കാട് സെയ്ദ് റഷീദ് തങ്ങൾ ചെയർമാനായ കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 20/5/2019 തിരിച്ചുപിടിക്കാൻ നടപടികൾ ഉത്തരവുമായ വഖഫ് ഭൂമിക്ക് 27/2022 റവന്യൂ മന്ത്രി വിളിച്ചു ചേർത്ത വഖഫ് ബോർഡ് ഉദ്യോഗസ്ഥർ കൂടി പങ്കെടുത്ത യോഗത്തിൽ അന്യായമായി കൈവശം വയ്ക്കുന്നവർക്ക് പ്രതിവർഷം ഇത് നമ്മൾ കരം അടയ്ക്കാൻ തീരുമാനിച്ചത് ഇവരെ കൊണ്ടുവന്ന പ്രമേയമാണ്. എന്നിട്ടാണ് 10 മിനിറ്റിന്റെ ആ പെട്ടി വണ്ടിയിൽ നിന്ന് എടുത്ത തീരാവുന്ന 10 മിനിറ്റ് ഇതാ പ്രതിവർഷം കൊണ്ടുപോകുന്നത്. അന്യായമായി കൈവശം വയ്ക്കുന്നവർക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൽ, മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം തന്നെയാണ് ഈ കരടയ്ക്കുന്നത്, മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അത് സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൽ നികുതി വയ്ക്കുമ്പോൾ അനുമതി നൽകി ഉത്തരവായത് അറിയുന്നു. പിന്നെ വിധികൾ ഈ 2009 കേരള ഗവൺമെന്റ് അംഗീകരിച്ച റിപ്പോർട്ട്, പറവൂർ സബ് കോടതിയുടെ 67 വിധി, ഹൈക്കോടതിയിലെ 600/71 വിധി പ്രകാരം വഖഫ് ഭൂമിയാണെന്ന് കണ്ടെത്തിയ വസ്തുവിലാണ്. ഏത് ഈ സത്യസന്ധം ഇന്നലത്തെ ക്രിസ്മസ് ആഘോഷത്തിൽ സമരസമിതിയോടൊപ്പം ചേർന്നിരുന്നവർ, വരാപ്പുഴ അതിരൂപതയിൽ വന്നിട്ട് ഐക്യത്തിന് നിന്നവർ, ചക്കാലക്കൽ ബിഷപ്പിന്റെ അടുത്ത് കേക്കുമായി ചെന്ന ആളുകൾ, അവരെ പറഞ്ഞിരിക്കുന്ന ഭാഷയാണ് ഞാൻ വായിക്കുന്നത്. വഖഫ് ഭൂമി എന്ന് കണ്ടെത്തിയ വസ്തുവിലാണ് അന്യായമായി കൈവശം വയ്ക്കുന്ന വ്യക്തികൾക്കും റിസോർട്ടുകൾക്കും നികുതി വയ്ക്കാൻ അനുമതി നൽകുക വഴി വമ്പിച്ച വഖഫ് അട്ടിമറിക്ക് കൂട്ടുനിന്നിട്ടുള്ളത്. ആര്? CPM കൊണ്ടുവന്ന പ്രമേയം. മുഖ്യമന്ത്രി നൽകിയ ഉത്തരവിനെതിരെ അവതാരകൻ AC മായിൻ ഹാജി, അടുത്ത ആള് PV സൈനുദ്ദീൻ, 2 UDFന്റെ വഖഫ് ബോർഡിൽ അംഗങ്ങൾ, അവര് കൊണ്ടുവന്ന പ്രമേയം. ഏത് ഇപ്പോഴോ, പണ്ടല്ല. ഏത് ആ രേഖ നോക്കി ഈ രേഖ നോക്കി ഇത് വഖഫല്ല എന്ന് എനിക്ക് 10 മിനിറ്റ് അല്ലെങ്കിൽ മറ്റേ വക്കീൽ പറയണ്ടല്ലോ ഇത് വഖഫല്ല എന്ന്. ഞങ്ങൾ ലീഗിനകത്ത് തർക്കമില്ലല്ലോ, ഞങ്ങൾക്ക് തർക്കമില്ലല്ലോ, പിന്നെ ആർക്കാ തർക്കം? ഈ ഗവൺമെന്റിന്റെ കുഴപ്പമുണ്ടാക്കുന്നത്. ലീഗിനെമ്പ് തർക്കം ഇല്ലേ, പ്രതിപക്ഷത്തിനെമ്പ് തർക്കം, ഞങ്ങൾ ഇതിനൊപ്പല്ലേ? ഇതാണ് നിങ്ങൾ കൊണ്ടുവന്ന പ്രമേയം. അതിൽ പറയാണ് വഖഫ് അട്ടിമറിക്ക് കൂട്ടും മതപരമായ ആശയങ്ങൾക്ക് വിട്ടുവന്നതും ഫറൂഖ് കോളേജ് സെക്രട്ടറി KC ഹസൻകുട്ടി നികുതി വച്ചതുമായ ഭൂമി കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്തിരിക്കെ പ്രസ്തുത ഭൂമിക്ക് അന്യർക്ക്, ആരന്യര്? പോയി കേക്കൊക്കെ മുറിച്ചില്ലേ? ആ പാവങ്ങളുടെ കൂടെ നിന്നില്ലേ?
ആ പാവങ്ങളെ UDF വിശേഷിപ്പിച്ചിരിക്കുന്ന വാക്കെന്താ? എന്താ? അന്യം. എന്നിട്ട് അവരാണ് അവിടെ പോയിട്ട് കെട്ടിപ്പിടിച്ച് ആഘോഷിച്ചിട്ട് ഞങ്ങളൊക്കെ കുഴപ്പം. ഇത് കരമടയ്ക്കാൻ ഉത്തരവിട്ട ഈ ഗവൺമെന്റ്, അതിന് ഉത്തരവിട്ട മുഖ്യമന്ത്രി, ഇവരൊക്കെ കുഴപ്പം. ഈ അട്ടിമറി നടത്തുന്നു എന്ന് പറയുന്നവർ അവരാണ് ഇപ്പോ വിശുദ്ധർ, ക്രിസ്മസിന്റെ പ്രധാന ആളുകൾ. അന്യർക്ക് നികുതി വയ്ക്കുവാൻ അനുമതി നൽകുമെന്ന് വഖഫ് നിയമങ്ങൾക്ക് വിരുദ്ധവും വഖഫ് ബോർഡിന് ചീത്തപ്പേരുണ്ടാക്കാൻ കാരണമാക്കുന്നതാണ്. പ്രസ്തുത നടപടി നികുതി അടയ്ക്കുക വഴി കേസുകളിൽ അന്യർ കൈവശം വയ്ക്കുന്നവരെ സഹായിക്കാൻ ബോർഡിലെ ചിലർ താൽപര്യപ്പെടുന്നതായി ഞങ്ങൾ സംശയിക്കുകയാണ്. പ്രസ്തുത തീരുമാനം അടിയന്തരമായി റദ്ദ് ചെയ്യാൻ സർക്കാരോട് ആവശ്യപ്പെടണം. ഇതാ പ്രമേയം, UDF കൊണ്ടുവന്ന പ്രമേയം. ഞങ്ങൾ ശരിയായി അവിടെ വർഷങ്ങളായി താമസിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ അവകാശം ഉറപ്പുവരുത്താൻ സാധ്യമാകുന്ന രീതിയിലെല്ലാം പ്രവർത്തിച്ച് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ മന്ത്രിതല യോഗം ചേർന്ന് കരമടയ്ക്കാൻ തീരുമാനമെടുത്തപ്പോ ആ തീരുമാനമെടുത്തത് തെറ്റാണ്, അട്ടിമറിയാണ്, ഈ അന്യർക്ക് വേണ്ടി ചെയ്യലാണ്, കയ്യേറ്റക്കാരെ സംരക്ഷിക്കലാണ് എന്ന് പറഞ്ഞതാണ് പ്രതിപക്ഷം. ഞങ്ങൾ ഇതൊക്കെ ആദ്യം പറയാതിരുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു ഞങ്ങൾ രാഷ്ട്രീയ വിഭജനം ഉണ്ടാകരുത്, മതപരമായി. എന്നിട്ട് പറഞ്ഞു UDF ഇടപെട്ടത് കൊണ്ട് ഇതാ ഒരു വിഭജനം ഉണ്ടായില്ല. ഇതാ നിങ്ങൾ ചെയ്തത്. ഞങ്ങൾ ഈ വിഭജനങ്ങളൊന്നുമില്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചപ്പോ നികുതി അടയ്ക്കുന്ന ആദ്യ സ്റ്റെപ്പ് എടുത്തു. നിങ്ങൾ തീരുമാനിച്ചു ഈ ഉത്തരവിലൂടെ പാണക്കാട് റഷീദ് അലി തങ്ങൾ ഇത് വഖഫിന്റേതാണ്. അതോടുകൂടി പാവപ്പെട്ടവരെ നികുതി അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ച UDF. നികുതി കളയാൻ സാധ്യമാകുന്ന രൂപത്തിൽ പരിമിതികൾക്കിടയിലുമെന്നും തീരുമാനമെടുത്തു LDF. അങ്ങനെ തീരുമാനമെടുത്തപ്പോ വഖഫ് ബോർഡിനകത്ത് പ്രമേയം കൊണ്ടുവന്നു. ഞങ്ങൾ കയ്യേറ്റക്കാരെ സഹായിക്കുന്നവർ, ഞങ്ങൾ ഈ അന്യരെ സഹായിക്കുന്നവർ, ഞങ്ങൾ അട്ടിമറിക്ക് കൂട്ടുവെക്കുന്നവർ എന്ന് അധിക്ഷേപിച്ചത് നിങ്ങൾ UDF. ഇത് വഖഫ് ബോർഡ് മടങ്ങാന്ന് കരുതാം. നിയമസഭയിലോ ഡിസംബർ 12 UDFിന്റെ സബ്മിഷൻ 1950 മതപരവും വിദ്യാഭ്യാസപരവുമായ ആവശ്യങ്ങൾക്കായി എറണാകുളം ജില്ലയിലെ കുഴുപ്പള്ളി പള്ളിപ്പുറം എന്നീ വില്ലേജുകൾ സ്ഥിതി ചെയ്യുമ്പോൾ 404.76 ഏക്കർ സ്ഥലം കോഴിക്കോട് ഫറൂഖ് കോളേജിന് വേണ്ടി മുഹമ്മദ് സാദിഖ് ഷെയ്ഖ് വഖഫ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോഴാണ് ഇവിടെ പറഞ്ഞത് ഇത് വഖഫല്ലല്ലോ. ഞങ്ങൾ വഖഫാണോ അല്ലയോ എന്ന് ഞങ്ങൾക്ക് തീരുമാനിക്കുന്നില്ല, ഞങ്ങൾക്ക് അധികാരമില്ല. വഖഫാണെങ്കിലും വഖഫല്ലെങ്കിലും അവിടെ വർഷങ്ങളായി താമസിക്കുന്ന പാവപ്പെട്ടവരുടെ ഒപ്പം ഞങ്ങൾ നിൽക്കുന്നു. അതാണ് ഞങ്ങളുടെ നിലപാട്. വഖഫാണെങ്കിലും അവരെ സംരക്ഷിക്കണം, വഖഫല്ലെങ്കിലും അവരെ സംരക്ഷിക്കണം. അതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട്. അപ്പൊ നിങ്ങൾ പറയുന്നത് വഖഫല്ല, ഇത് 10 മിനിറ്റ് കൊണ്ട് തെളിയിക്കാൻ അതുപോലും വേണ്ട, വഖഫല്ല തെളിയിക്കാൻ മറ്റേ നിയമസഭയിൽ ഇത് വഖഫ് ചെയ്തിട്ടുള്ളതാണ്. 2115/1950 നമ്പർ വഖഫ് ആധാരപ്രകാരം ഇത് വഖഫ് ഭൂമിയാണെന്ന് എടപ്പള്ളി രജിസ്ട്രാർ ഓഫീസിൽ രേഖകളുണ്ട്. ആര്? നമ്മൾ ഈ പാവങ്ങൾ കരടച്ച് അവരുടെ അവകാശത്തിൽ ഒരു പടി സഹായിക്കാൻ ശ്രമിച്ചപ്പോ ഇത് വഖഫാണ് ഉത്തരവിറക്കിയത് UDF ബോർഡ്, പാണക്കാട് റഷീദ് അലി തങ്ങള്. അത് ഞങ്ങൾ തീരുമാനിച്ചപ്പോ നിയമസഭയിൽ ഇത് കൊണ്ടുവന്നത് അവര്. പിന്നീട് പറയുന്നു 2009 റിപ്പോർട്ട് പ്രകാരം അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കുന്നതിന് വഖഫ് റൂൾ അനുസരിച്ച് ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. ഇവന് വഖഫ് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പാടില്ലെന്നിരിക്കെ അപ്പൊ ആരാ ക്രയവിക്രയം ചെയ്തത്? നിങ്ങൾ വിൽക്കാൻ ഏൽപ്പിച്ചാലാരാ? പോളാരാ? KP സെക്രട്ടറി. ഇതാണ് UDF. എന്തു പറയുന്നു? വഖഫ് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പാടില്ലെന്നിരിക്കെ ഈ ഭൂമി അനധികൃത കുടിയേറ്റക്കാർക്ക് പതിച്ചു നൽകുന്ന നടപടികളാണ് ഗവൺമെന്റ് ചെയ്തത്. ഞങ്ങളുടെ കുഴപ്പം, ഞങ്ങൾ അവർക്ക് പതിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് ഇവിടെ വന്നപ്പോ ഈ ഗവൺമെന്റ് ഇതിനാ കുഴപ്പം, ഞങ്ങൾ ഇതാ നിങ്ങൾക്കൊപ്പം
ഒരു കേക്ക് മുറിക്കുമ്പോൾ ഞങ്ങൾ ഉപവാസിരിക്കണം, ഞങ്ങൾ തയ്യാർ, ഞങ്ങൾ ഇതാ എല്ലാ MLA-മാരും വന്നിരിക്കുന്നു, ക്രിസ്മസ് നിങ്ങളൊപ്പം തന്നെ. എന്തിനാ? കുഴിയിലേക്ക് കൊണ്ടുപോകാൻ. ഇതല്ലേ നിങ്ങൾ നിയമസഭയിൽ നടത്തിയത്? UDF-ന്റെ സബ്മിഷൻ. എല്ലാ കാര്യം പിടിക്കുന്നില്ല. ഇത് വഖഫ് ഭൂമിയാണെങ്കിലും ആയതിനാൽ മുത്തവല്ലിക്കാണ് നികുതി നൽകാൻ ഉത്തരവാദിത്വമുള്ളത്. ഈ ഭൂമിയിൽ മുത്തവല്ലിയിൽ നിന്ന് മുത്തവല്ലി എന്ന് പറഞ്ഞ ട്രസ്റ്റി, വഖഫ് നിയമം മുത്തവല്ലിയാണ്. ആധാരപ്രകാരം നികുതി സ്വീകരിച്ച രേഖയുണ്ട്. എന്നാൽ 27/2022 ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മിനിറ്റ്സ് പ്രകാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം കയ്യേറ്റക്കാർക്ക് നികുതി അടയ്ക്കാൻ അനുവാദം നൽകിയിരിക്കുന്നു UDF. ഇത്രമാത്രം കാപട്യം പാടുണ്ടോ? ഇപ്പൊ ഞങ്ങളിത് ഇന്ന് യോഗം ചേരാൻ തീരുമാനിച്ച് ഈ കാപട്യം ഇവരാരും തുറന്നു കാണിക്കുന്നില്ല. രേഖയൊക്കെ മാധ്യമങ്ങളുടെ നമ്മുടെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ അയൽവക്കത്ത് താമസിക്കുന്ന ആളുടെ ഡ്രൈവറാണ് ഈ ഭൂമി വിൽക്കാനുള്ള കാര്യം. എത്ര ന്യൂസ് അവറിൽ എത്ര ദിവസം ചർച്ച നടന്നെ ആലോചിച്ച് നോക്കി. ബ്രാഞ്ച് സെക്രട്ടറി അയൽവക്കത്ത് ആളുടെ ഡ്രൈവറെ ഇത് വിൽക്കാൻ ഏൽപ്പിച്ചിരുന്നെങ്കിൽ CPM ഇരട്ടത്താപ്പ്. ഈ ഇരട്ടത്താപ്പല്ലേ ഇതിന് മലയാളത്തിൽ ഇരട്ടത്താപ്പല്ലേ? ഒരു വശത്ത് നിങ്ങൾ അല്ല UDF ആണല്ലോ, X ആണെങ്കിലും Y ആണെങ്കിലും UDF ആണല്ലോ. ഇവിടെ ഒരു വശത്ത് നിങ്ങൾ ഇത് കയ്യേറ്റക്കാരാണ്, അന്യരാണ്, അട്ടിമറി നടത്തുന്നവരാണ് എന്ന് പറഞ്ഞ് നിയമസഭയിൽ സബ്മിഷൻ കൊണ്ടുവരാം. നിങ്ങൾ UDF വഖഫ് ബോർഡിനകത്ത് പ്രമേയം കൊണ്ടുവരാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് നേരെ അതിനൊപ്പം ഇത് ഇരട്ടത്താപ്പല്ലേ? നമ്മളായിരുന്നെങ്കിലോ ഞാൻ പറഞ്ഞില്ലേ ബ്രാഞ്ച് സെക്രട്ടറി, ഇത് KP സെക്രട്ടറി. അതുകൊണ്ട് ബ്രാഞ്ച് സെക്രട്ടറി അയൽപക്കത്തുള്ള ആള് ഡ്രൈവർ ആയാൽ മതി. ഇത് ബ്രാഞ്ച് സെക്രട്ടറി അറിഞ്ഞപ്പോ ജില്ലാ സെക്രട്ടറി MLA അറിയാൻ വഴിയില്ലേ? MLA അറിയണമെങ്കിൽ ജില്ലാ സെക്രട്ടറി അറിഞ്ഞെങ്കിൽ ജില്ലയുടെ ചാർജുള്ള മന്ത്രിക്കാനുള്ള ബന്ധമന്ത്രായിരിക്കും. മുഖ്യമന്ത്രി അറിയാതെ പ്രവർത്തനം നടക്കുമോ? എന്തെല്ലാം ചോദ്യങ്ങളായിരിക്കും, എത്ര ദിവസമായിരിക്കും ചർച്ച? ഇതെന്തുകൊണ്ട് പുറത്തു വരുന്നില്ല? ഇതാണ് ഇരട്ടത്താപ്പ്. ഇതുപോലെ നിലപാട് സ്വീകരിക്കാമോ? അപ്പൊ ഗവൺമെന്റ് നിലപാട് പറഞ്ഞു ഞങ്ങളിത് കയ്യേറ്റുണ്ടെങ്കിൽ ഇതെല്ലാം പരിശോധിക്കും, നികുതി അടയ്ക്കാനുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് കയ്യേറ്റങ്ങൾക്കൊക്കെ ഗവൺമെന്റ് എതിരാണ്. പക്ഷെ ഇവിടെ താമസിക്കുന്നവർക്ക് ഈ അവകാശം നൽകാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. മറുപടി പറഞ്ഞു. ഇനി വഖഫാണ് ഒഴിവാക്കണോ? ഇനി വഖഫാണെങ്കിൽ വിറ്റു. വഖഫാണ് എന്ന് പറഞ്ഞത് UDF, വഖഫാണ് എന്ന് പറഞ്ഞത് വിറ്റത് UDF. വിൽപ്പന നടത്താൻ ആയുള്ള പവർ ഓഫ് അറ്റോർണി UDF. ഞങ്ങൾ ചെയ്തത് ആ പാവങ്ങൾക്ക് കരമടയ്ക്കാൻ അനുമതി നൽകി. ഇതല്ലാതെ LDF ഏത് ഗവൺമെന്റ് ആകട്ടെ എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചോ? ഇപ്പോ കർണാടകയിൽ ഒരു മുഖ്യമന്ത്രി ഇല്ലേ? എല്ലാം റദ്ദാക്കിയില്ലേ? കൊടുത്ത നോട്ടീസ് എന്താ കർണാടകയിലെ കഥ? കർണാടകയിൽ നോട്ടീസ് കൊടുത്ത് റവന്യൂ വകുപ്പാണ്. വയർ എന്ന് പറയുന്ന ഒരു റെപ്യൂട്ടഡ് പ്രസിദ്ധീകരണമുണ്ട്, ഓൺലൈനിൽ കിട്ടും. അതിന് മുഴുവൻ ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട്. അവിടെ റിജു പറഞ്ഞു, കിരൺ റിജു മന്ത്രി പാർലമെന്റിൽ പറഞ്ഞു അവിടെ 800 വഖഫ് പ്രോപ്പർട്ടി കയ്യേറിയിരിക്കുകയാണ്. അപ്പൊ BJPയുടെ MP ഉടൻ തന്നെ ട്വീറ്റ് ചെയ്തു 1500 ഏക്കർ കർഷകർക്ക് ഇതാ നോട്ടീസ് കൊടുത്ത് ഒഴിപ്പിക്കാൻ പോകുന്നു. നോട്ടീസ് കൊടുത്തിരുന്നു. ആ റവന്യൂ വകുപ്പ് BJPയുടെ ഗവൺമെന്റിന്റെ കാലത്ത് കൊടുത്തു തുടങ്ങിയത്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് കൊടുത്തു. റവന്യൂ വകുപ്പ് കൊടുത്ത നോട്ടീസ് സിദ്ധരാമയ്യ പറഞ്ഞു അത് നിർത്തിവെക്കാൻ പറഞ്ഞു. ഇവിടെ ആർക്കാ നോട്ടീസ് കൊടുത്ത് ഒഴിപ്പിക്കാൻ പറഞ്ഞിട്ട് ഈ ഗവൺമെന്റ് വന്നിട്ട്? വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്തു 12 പേർക്ക്. ഇവിടെ ഉള്ള ആർക്കും കൊടുത്തിട്ടില്ല. അത് ഒഴിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല, രേഖകൾ സമർപ്പിക്കാനാണ്. ഒറ്റക്ക് ഒഴിപ്പിക്കാൻ കൊടുത്തിട്ടില്ല. പിന്നെ സിദ്ധരാമയ്യ പോലും ഇവിടത്തെ മുഖ്യമന്ത്രി ചെയ്ത കാര്യത്തെ നിങ്ങൾ അധിക്ഷേപിച്ച് കയ്യേറ്റക്കാർക്കൊപ്പം, അന്യർക്കൊപ്പം, അട്ടിമറിക്കൊപ്പം എന്ന് പറയുകയല്ലേ ചെയ്തത്? അതല്ലേ ചെയ്തത്? ഈ കാപട്യം ജനങ്ങൾ തിരിച്ചറിയട്ടെ. ഒരു വിഭാഗം മതപരമായി ഭിന്നിപ്പിന് ശ്രമിച്ചു. ഇപ്പൊ എന്താ പറയാനൊരു പശ്ചാത്തലം? വഖഫ് ഭേദഗതി വരുന്നു. വഖഫ് ഭേദഗതി ഞങ്ങൾ എതിർക്കുന്നുണ്ട് എന്ന് വെച്ചാൽ വഖഫ് ഒരിക്കലും ഭേദഗതി ചെയ്തിട്ടില്ല. 2013 കോൺഗ്രസ് ഭേദഗതി ചെയ്തിട്ടുണ്ട്. അതോടുകൂടി മുസ്ലിം അല്ലാത്ത ആൾക്കും വഖഫ് ചെയ്യാം. ഇത് വഖഫ് ചെയ്യും 54 നിയമം വന്നിട്ടില്ല. അതിനുശേഷം പല ഭേദഗതികൾ വന്നിട്ടുണ്ട്. ഇത്തവണത്തെ ഭേദഗതി ഗൗരവമായ പ്രശ്നം എന്താ? പ്രശ്നം എന്ന് വെച്ചാൽ വഖഫ് ബോർഡിൽ മുസ്ലിം അല്ലാത്ത ആളുകളായിരിക്കും കൂടുതൽ. ഇപ്പൊ ദേവസ്വം ബോർഡിൽ ഹിന്ദുക്കളല്ലാത്ത ആളുകളെ എങ്ങനെ ഉണ്ടാവും? പള്ളിയുടെ സ്വത്ത് ഉണ്ടാക്കുന്നിടത്ത് ക്രിസ്ത്യാനികളല്ല ബാക്കിയാണ് കൂടുതലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും.
നേരെ ഇപ്പോ മുസ്ലിം MP, മുസ്ലിം MLA, ബാർ കൗൺസിൽ ഇതൊക്കെ എലക്ടഡ് ആണ്. ഇനി ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യാം മുസ്ലിം ആകണമെന്നില്ല. 11 പേര് 4 പേര് മുസ്ലിം ആണെന്ന് ഉറപ്പുള്ളൂ. അപ്പൊ 7 പേരും മുസ്ലിം അല്ലാത്തവരാകാം. എങ്ങനെയുണ്ടാവും ബോർഡിന്റെ CEO മുസ്ലിം ആകണമെന്നില്ല. നമ്മുടെ നിങ്ങൾ നോക്കിയാൽ മതി, അനാലിസിസ് വരുന്ന പലതിലും ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും പല മതങ്ങളുടെ CEO, ഓഫീസർ, കമ്മിറ്റി അംഗങ്ങൾ അതാത് മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. അതാണ് പ്രധാന എതിർപ്പ്. ഇനി ഇത് മാറി വഖഫ് ട്രിബ്യൂണൽ പോയി, വഖഫ് ബോർഡ് പോയി, വഖഫ് സ്വത്ത് ഏതാണ് എന്ന് തീരുമാനിക്കാൻ ഇനി ഗവൺമെന്റിന് അധികാരമുണ്ട്. ഇപ്പൊ ചെന്ന് പറഞ്ഞില്ലേ, ഇത് 10 മിനിറ്റ് കൊണ്ട് തീരുമാനിച്ച് പ്രഖ്യാപിക്കാം. ഇത് വഖഫല്ല, ഇത് വഖഫാണോ അല്ലയോ? ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചിട്ടില്ല. കാരണം എന്താ? ഗവൺമെന്റ് അധികാരമില്ല. വഖഫ് ബോർഡിനാണ് അധികാരം. വഖഫ് നിയമം 42 വഖഫ് ബോർഡ് എടുക്കുന്ന തീരുമാനം വഖഫ് ട്രിബ്യൂണൽ ഭേദഗതി ചെയ്യുകയോ റദ്ദാക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യുമില്ലെങ്കിൽ അത് ഫൈനൽ, അവസാനമാണ്. അപ്പോൾ ഒരു തർക്ക പ്രശ്നത്തിൽ അപ്പീൽ പോകാൻ പറ്റും. അടുത്തതുണ്ട്, അടുത്തതിനകത്ത് അവസാനം ജുഡീഷ്യൽ ഭവനകൾക്കകത്ത് പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഭാഗങ്ങളിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ എന്റെ ചട്ടങ്ങളെല്ലാം എല്ലാം വായിക്കുന്നില്ല. അതിനകത്ത് പറയുന്നുണ്ട്, ഹൈക്കോടതിയിൽ അഗ്രീവ്ഡ് പാർട്ടികൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാം. ഇതിനകത്ത് വല്ല കുഴപ്പമുണ്ടോ പ്രശ്നമുണ്ടോ എന്നുള്ളത് അഗ്രീവ്ഡ് പാർട്ടികൾക്കും സമീപിക്കാം. പക്ഷെ ഇപ്പോഴത്തെ അപ്പീൽ പ്രൊവിഷനായിട്ട് അത് പരിഗണിക്കും. ഇപ്പോഴും ട്രിബ്യൂണൽ തന്നെയാണ്. വ്യത്യാസം, ഇപ്പോഴത്തെ ട്രിബ്യൂണൽ ഇസ്ലാമിക നിയമങ്ങളിൽ പാണ്ഡിത്യമുള്ള ഒരാളുണ്ടായിരിക്കണം. വരാൻ പോകുന്ന പുതിയ ബില്ലിലെ ട്രിബ്യൂണൽ ആ പാണ്ഡിത്യമുള്ള ആൾ വേണ്ട. ഇതേ വ്യത്യാസമുള്ളൂ. അപ്പീൽ ഇല്ല, ഫൈനലാണ് എന്നുള്ള ഭാഗം എടുത്തു കളയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തേത് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള അഗ്രീഡ് പാർട്ടിക്ക് അവകാശമുണ്ട്. എന്നാൽ വഖഫ് ബോർഡ് പാണക്കാട് റഷീദ് അലി തങ്ങൾ എടുത്ത തീരുമാനം റദ്ദാക്കാൻ ഇപ്പോ നിൽക്കുന്ന നിയമമനുസരിച്ച് ഞങ്ങൾക്കാർക്കും അധികാരമില്ല. ആർക്കധികാരം? ട്രിബ്യൂണലിനാണ്. മന്ത്രിമാർ, ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചാണ്. നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ചിലപ്പോൾ ചിലത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാവും. പക്ഷെ അതിന് പ്രവർത്തിക്കാൻ നിയമം വേണം, ചട്ടം വേണം. ചട്ടമാണെങ്കിൽ ചിലത് നമുക്ക് ഉണ്ടാക്കാം, നമ്മുടെ അധികാര പരിധിയിലാണ്. നിയമമാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം, നമ്മുടെ അധികാര പരിധിയിൽ. കേന്ദ്ര നിയമമാണ്. അതിനകത്ത് വളരെ കൃത്യമാണ്. ഇത് വഖഫ് ട്രിബ്യൂണൽ. വഖഫ് ട്രിബ്യൂണൽ ഇന്നിപ്പോ കേസ് വന്നില്ല. കേസ് വന്നപ്പോ ഇത് ദാനം ചെയ്തയാൾ വീണ്ടും കോടതി പോയിട്ടുണ്ട്. ട്രിബ്യൂണൽ പിന്തുടർച്ചാവകാശികൾ. അപ്പൊ കോടതി പറഞ്ഞു രേഖകളെല്ലാം കൊണ്ടുപോകാം. രേഖ കൊണ്ടുവന്നാലോ? ഇപ്പൊ മാധ്യമങ്ങൾ, ഞാൻ എന്റെ ഉത്തരവ് വായിച്ചിട്ടില്ല, മാധ്യമങ്ങൾ വന്നതേ ഉള്ളൂ. രേഖകൾ മുഴുവൻ കൊണ്ട് സാധാരണഗതി ചോദിക്കുമ്പോഴാണ് നിങ്ങളുടെ അവകാശവുമായി വന്ന രേഖകൾ കൊണ്ടുവരണം. ആദ്യത്തെ സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് എങ്ങനെ ഭൂമി കിട്ടി? അത് കൊണ്ടുവരണം. അത് പട്ടയമാണെങ്കിലോ പിന്നെ വിൽക്കാനേ പറ്റില്ല. വഖഫാണെങ്കിൽ വിൽക്കാം, പട്ടയാണെങ്കിലോ എന്താവശ്യത്തിനാണോ പതിച്ചു മലകിയത്. ഇപ്പൊ നമ്മുടെ സാധാരണ പട്ടയം കണ്ടിട്ടില്ല. എന്താവശ്യത്തിനാണോ പതിച്ചു മലകിയത് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇടുക്കിയിൽ ഞങ്ങൾ പിന്നെ നിയമഭേദഗതി കൊണ്ടുവന്നത് പട്ടയം കൃഷിക്കും താമസത്തിനുമാണ്. അവിടെ മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കുമെന്ന് സുപ്രീം കോടതി പറഞ്ഞു പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പൊ നിയമസഭ നിയമഭേദഗതി ഇപ്പൊ കൊണ്ടുവരുന്നത്. പട്ടയമാണ് എങ്കിൽ എന്തിനാണോ പട്ടയം നൽകിയത് അപ്പൊ വിൽക്കാൻ പറ്റില്ല. അപ്പൊ വിറ്റത് അതോടുകൂടി അസാധുവായി. അതല്ല, പട്ടയമല്ലെങ്കിലോ വഖഫാണോ അല്ലയോ അത് ട്രിബ്യൂണൽ തീരുമാനിക്കണം. ഇതാണ് സങ്കീർണത, അല്ലാതെ പോക്കറ്റിനെടുത്ത് പറയാവുന്ന കാര്യമില്ല. ഞങ്ങൾ പക്ഷെ ഒരു കാര്യം ചെയ്തു. ഞങ്ങളെടുത്ത നിലപാട് ഇവിടെ താമസിക്കുന്നവരുടെ അവകാശം സംരക്ഷിക്കപ്പെടണം. അതിനെന്താ വഴി? ഇപ്പൊ ഞങ്ങൾ ചിലർ പറയുന്നത്, ഈ പ്രതിപക്ഷത്തിന്റെ ആള് പറയുന്നുണ്ട്, ആ വഖഫിന്റെ രേഖ മാറ്റിയാൽ മതിയില്ലേ? അങ്ങനെ മാറ്റാൻ നിയമം അനുവദിക്കില്ല അവർക്ക്. ഇനി വഖഫ് ഇത് ഉപേക്ഷിച്ചു വെച്ചാൽ വഖഫ് നിയമം 99 വഖഫ് ഭൂമി അന്യാധീനപ്പെടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ മെമ്മോ നൽകി ഗവൺമെന്റ് അവർ പിരിച്ചുവിടണം. നമ്മൾ പിരിച്ചുവിടുന്നില്ല തീരുമാനിച്ചാലോ അപ്പൊ കോടതി പോകും. കോടതി പോണ കുറെ ആളുകൾ ഇതിന്റെ ഉണ്ടല്ലോ. ഈ വഖഫ് ബോർഡിനെ തന്നെ പിരിച്ചുവിടണം എന്ന് പറയും. എളുപ്പമല്ല, പ്രശ്നമല്ല. നേരെ രേഖയെന്ന് മാറ്റി. രേഖയെന്ന് മാറ്റാൻ അധികാരം ആർക്ക് നൽകുന്നു? നിയമം. രേഖയെന്ന് മാറ്റാൻ ഏതെങ്കിലും ചട്ടം നൽകുന്നുണ്ടോ? എങ്കിൽ ആ അതോറിറ്റിക്ക് മാറ്റാൻ കഴിയുള്ളൂ. വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ ഇതിനനുസരിച്ചല്ല എങ്കിൽ ഗവൺമെന്റിന് ആകെ ചെയ്യാം 97 ഡയറക്ഷൻ നൽകാം, 99 പിരിച്ചുവിടണം.
പ്രോപ്പർട്ടി സംരക്ഷണം വീഴ്ച വരുത്തിയെന്ന ഉടൻ വഖഫ് സംരക്ഷണ സമിതി ഗവൺമെന്റ് കോടതിയിൽ പോയാൽ കോടതി ഉടൻ തന്നെ ഗവൺമെന്റിന്റെ ഡയറക്ഷൻ ഈ 97 അനുസരിച്ച് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാതിരിക്കാൻ കാരണമുണ്ടോ പറയണം. ഈ സങ്കീർണതയുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു. ആ യോഗത്തിൽ റവന്യൂ മന്ത്രിയുണ്ട്, വഖഫ് മന്ത്രിയുണ്ട്, ഞാനുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്, ചീഫ് സെക്രട്ടറി ഉണ്ട്, സെക്രട്ടറിമാരുണ്ട്. ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ മുഖ്യമന്ത്രി, വഖഫ് ഭാഗം അല്ലാതാകാം, എന്താണെങ്കിലും അവിടെയുള്ളവരുടെ അവകാശം സംരക്ഷിക്കപ്പെടണം. ആ നിശ്ചയദാർഢ്യത്തോടെ പറയാൻ കേരളത്തിൽ കരുത്തുള്ളൊരു മുഖ്യമന്ത്രിയുണ്ട്, കരുത്തുള്ളൊരു ഗവൺമെന്റ് ഉണ്ട്. ആ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. അല്ലാണ്ട് റവന്യൂ വകുപ്പ് കൊടുത്ത് നോട്ടീസ് പിൻവലിച്ചു എന്നുള്ളതല്ല കരുത്ത്. ഇത് പാണക്കാട് റഷീദ് അലി തങ്ങള് വഖഫാണെന്ന് പ്രഖ്യാപിച്ചത് ഞങ്ങൾ കരമടയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ UDF വഖഫ് ബോർഡിൽ പ്രമേയം കൊണ്ടുപോകുന്നത്, നിയമസഭയിൽ സബ്മിഷൻ കൊണ്ടുവന്ന് എതിർത്തത്, ആ എതിർത്ത കാര്യം ഉണ്ടെങ്കിലും ശാശ്വതമായ പരിഹാരം, ഇതാണ് ഉപയോഗിച്ച വാക്ക്. മുഖ്യമന്ത്രി ആദ്യം ഉപയോഗിച്ചത് ശാശ്വതമായ പരിഹാരം. ചിലർ ഞങ്ങളോട് പറഞ്ഞ് കുടിയിറക്കരുത്, ചിലർ ഞങ്ങളോട് പറഞ്ഞ് നികുതി അടയ്ക്കാൻ അവകാശം കിട്ടണം. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു ശാശ്വതമായ പരിഹാരം വേണം. അതെങ്ങനെ പറ്റും? ഞങ്ങളുടെ പോക്കറ്റിൽ സൂത്രപ്പണിയില്ല. ചീഫ് ജസ്റ്റിസ് പദവി ചുമതല വഹിച്ചിരുന്ന ഹൈക്കോടതിയിലെ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരെ കമ്മീഷനായിട്ട് വെച്ചു. കമ്മീഷൻ വെച്ചപ്പന്നെ എവിടെ ഉടൻ ഇവിടെ ബന്ധം കൊളുത്തി. ഒരു കമ്മീഷനാണ് കുഴപ്പമുണ്ടാക്കിയത്, അടുത്ത കമ്മീഷൻ ഇതിനൊക്കെ കുഴപ്പമുണ്ടാക്കും. ആദ്യത്തെ കമ്മീഷൻ ഉണ്ടാക്കിയത് വഖഫ് ഇതിനെ കുറിച്ച് മാത്രമല്ല, കേരളത്തിലാകെയാണ്. പക്ഷെ അവര് പറഞ്ഞത് വഖഫ് ബോർഡാണ് തീരുമാനിക്കേണ്ടത്, അവരല്ല തീരുമാനിച്ചത്. പക്ഷെ ടേംസ് ഓഫ് റെഫറൻസ് പന്തം കൊടുത്ത് കഴിഞ്ഞാൽ അടുത്തത് ഉത്തരവിറങ്ങിയില്ലല്ലോ. ഞങ്ങൾ കുറച്ചുകൂടി ആധികാരികമാക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഉന്നതതല സമിതി യോഗം ചേർന്നെങ്കിലും ഉത്തരവിറങ്ങുന്നത് മന്ത്രിസഭയുടെ കൂടി തീരുമാനമായി വരണം. അങ്ങനെ ക്യാബിനറ്റ് ചർച്ച ചെയ്തു. വളരെ 2 ഉത്തരവ്. ഒരു സ്ഥലത്തിന്റെ ആകെ സ്വഭാവം നോക്കുക. ബോണോഫൈഡ് ഓക്യുപ്പൻസ്, ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന, ഈ നിയമപരമായി താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന് ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യണം. ഒറ്റ കാര്യമുള്ളൂ നമ്മുടെ ജീവനകത്ത്. ഇതാണ് സർക്കാർ. അല്ലാതെ വഖഫാണ് അല്ലയോന്നല്ല. വഖഫാകാം, വഖഫല്ലാതാകാം. നാളെ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു, നേരെ വഖഫ് ട്രിബ്യൂണൽ പറയുന്നു ഇത് വഖഫാണ്, നേരെ ഹൈക്കോടതി പറയുന്നു ഇത് വഖഫാണ്. അപ്പൊ ആ തീരുമാനം പോയോ? ഇത് വഖഫല്ല എന്ന് ട്രിബ്യൂണൽ പറയുന്നു. അപ്പൊ വേറൊരു അവസരം വന്നു. വഖഫാകാം, വഖഫല്ലാതാകാം. വഖഫായാലും വഖഫല്ലാതായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒറ്റ സമീപനമേ ഉള്ളൂ. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന 600-ലധികം വരുന്ന കുടുംബങ്ങളുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കാൻ എന്താണോ സാധ്യമാകുന്നതെന്ന് ഈ കമ്മീഷൻ ശുപാർശ ചെയ്യുന്നു, അത് ഞങ്ങൾ ഉറപ്പുവരുത്തും. അതാണ് ഞങ്ങളുടെ ഉറപ്പ്.